രമേശ് ചെന്നിത്തല വീട്ടിൽ ചില അനക്കങ്ങളുണ്ട്. അവിടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. IC ബാലകൃഷ്ണന്റെ പേര് രമേശ് ചെന്നിത്തല വിഭാഗമാണ് കുറെ കൂടി ഷാർപ്പായി മുന്നോട്ട് വെച്ചതെന്നാണ് ഈ കഴിഞ്ഞ മണിക്കൂറിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് കൂടിയാണ്. അരുൺ ഗോപിയുണ്ട്. അരുൺ, ഇപ്പോൾ ജോസഫ് വാഴക്കൻ ഉൾപ്പെടെ പുറത്തേക്ക് വരികയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെയും കൂടിയാലോചനകൾ സജീവമാണോ അതോ കഴിഞ്ഞോ? രതീഷ്, നിയുക്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ രാവിലെ മുതൽ ചർച്ചകൾ നടക്കുകയാണ്. നിരവധി നേതാക്കൾ ഇങ്ങോട്ടെത്തി. ഒപ്പം MLA മാരുണ്ട്. ഏതായാലും IC ബാലകൃഷ്ണൻ്റെ പേരാണ് മന്ത്രിസഭയിൽ. IC ബാലകൃഷ്ണൻ ഇടം പിടിക്കുമെന്ന പേരാണ് ഇപ്പോൾ സജീവമായി ചർച്ചയിലുള്ളത്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരി MLA ആണ്. അത്തരത്തിൽ AICC നേതൃത്വത്തിന് താല്പര്യമുണ്ട്. പ്രിയങ്ക ഗാന്ധി IC ബാലകൃഷ്ണൻ്റെ പേര് നിർദ്ദേശിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിൽ നിന്ന് വരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ആയിട്ടില്ല. ഏതായാലും നിരവധി പ്രവർത്തകരും നേതാക്കളും രാവിലെ മുതൽ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇപ്പോഴും ചർച്ച തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി കണ്ട ഒരു അന്തരീക്ഷമല്ല. 2 തവണ രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അവിടെ ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ചർച്ചയുടെ ഭാഗമാകുന്നത്? ഇപ്പോൾ ഈ പേര് ഉറപ്പിക്കുന്നുണ്ടോ? IC ബാലകൃഷ്ണന്റെ പേര് ഉറപ്പിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള ഒരു ചർച്ചകളാണ് വരുന്നത്. ജോസഫ് വാഴക്കൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ വിൻസെൻ്റ് വന്നിരുന്നു. KS ശബരിനാഥൻ അടക്കമുള്ള നേതാക്കൾ വന്നിരുന്നു. ഈ ക്യാമ്പിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു പേരും AICC നേതൃത്വത്തിന് പോയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കം ഇദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഇവർ തയ്യാറല്ല. ഏതായാലും IC ബാലകൃഷ്ണൻ്റെ പേരും മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സജീവമായ ചർച്ച നടക്കുന്നുണ്ട്. മാത്രമല്ല സാമുദായിക പ്രാതിനിധ്യമെല്ലാം അടക്കം ഉള്ള കാര്യങ്ങളാണ് ചർച്ചയിൽ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ കണ്ടോൺമെൻറ്റ് ഹൗസിൽ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ IC ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞിരുന്നു, പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രി, അതേ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രി വേണം. ഈ സമുദായ സമവാക്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ളൊരു തീരുമാനം വരിക. ഏതായാലും 1-2 മണിക്കൂറിനുള്ളിൽ IC ബാലകൃഷ്ണൻ ഉണ്ടെങ്കിൽ ആ വിവരം നമുക്ക് ലഭ്യമാകും. രതീഷ്.